ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ സുഖിയനാണ്. മോദകം എന്നും പറയും. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നല്ലേ പറയുന്നത്. നമ്മളിത് ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടേ. ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 വെള്ളം കഴുകി എടുക്കണം കേട്ടോ. കഴുകി എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് സമയം കുതിരാൻ വെച്ചെന്നാലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു 2 മണിക്കൂർ നേരം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഒന്ന് കുതിർന്നതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ കുക്കറിലൊന്നും അല്ല ഇട്ട് വേവിക്കുന്നത് കേട്ടോ. ഇതുപോലെ തുറന്ന് വെച്ച് പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. വേവിച്ച് ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ശർക്കര എടുത്ത് അതൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിലുള്ള കല്ലൊക്കെ ഉണ്ടാകും. കല്ലും പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. തീരെ വെള്ളമായി പോരുത്. നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 1 മുറി തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ മധുരം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. തീ കൂട്ടി വെക്കേണ്ട. തീ കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഇളക്കി യോജിക്കുമ്പം തന്നെ അതൊന്ന് വെന്ത് കിട്ടും. വെന്തല്ല, നല്ലതായിട്ടൊന്ന് കുഴഞ്ഞ് വരും കേട്ടോ. അത് ആ ഒരു ഒട്ടുന്ന പയറൊക്കെ നന്നായിട്ട് ഒട്ടി വരുന്ന ഒരു പരുവാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2-3 ഏലക്ക ചതച്ചിടുന്നുണ്ട്. ഏലക്ക പൊടിച്ച് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ചതച്ചാണ് ഇടുന്നത്. പിന്നെ ഒരു ഇച്ചിരി ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഞാൻ കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഈ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അടിയിൽ ഇച്ചിരി വെള്ളം കാണും. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കണം കേട്ടോ. ചൂടോടുകൂടി തന്നെ ഉണ്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നല്ല പരുവത്തിന് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പയറെല്ലാം നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി പിടിച്ച് വയ്ക്കാമേ. അങ്ങനെ നമ്മുടെ ചെറുപയറെല്ലാം ഓരോ ഉരുളകളാക്കി പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദപ്പൊടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അധികം കട്ടിയാവാതെ തീരെ എന്നാൽ ലൂസാവാതെ നന്നായിട്ടൊന്ന് ഈ പരുവം വേണം. ഈ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള മാവും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ ഈ മാവിലേക്ക് ഈ ഓരോ ഉരുളകളെടുത്ത് മുക്കി ഇതിലേക്കിട്ട് പൊരിച്ച് കോരിയെടുക്കാമേ. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ ഒരു പണ്ടത്തെ ഒരു നാടൻ പലഹാരമാണല്ലോ. ഇപ്പോഴാണല്ലോ പുതിയ പുതിയ പലഹാരങ്ങളുള്ളത്. ഇതൊക്കെ പണ്ടേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പലഹാരങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എണ്ണ തിളച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പറക്കി മാവിൽ മുക്കിയിട്ട് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ചുമന്ന കളറാവും. അധികം ചുമന്നതല്ല, നമുക്കറിയാൻ പറ്റുമല്ലോ. അതൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു ഈ പരുവത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ
കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ മോദകം എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ സീ യു. ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.